പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ സ്ഥലം എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? വലിയൊരു തടാകം. ഈ തടാകം നല്ല ഭംഗിയുണ്ട് അല്ലേ? പുറകിൽ കാണുന്നില്ലേ? അതൊരു ബുദ്ധന്റെ ക്ഷേത്രമാണ്. ഇത് മിയാൻമർ എന്ന നാട്ടിലെ യാങ്കൂൺ എന്ന പട്ടണത്തിലുള്ള ഒരു വലിയ തടാകമാണ്. അതായത് ഒരു കാലത്ത് ബർമ്മ എന്നറിയപ്പെട്ടിരുന്നില്ലേ, അതിപ്പോൾ മിയാൻമർ എന്നാണ് അറിയപ്പെടുന്നത്. കിഴക്കൻ ഏഷ്യയിലെ രാജ്യങ്ങളിൽ രണ്ടാമത്തേതാണ് മിയാൻമർ എന്ന ഈ നാട്. ഒന്നാമത്തേത് ഇന്തോനേഷ്യ, രണ്ടാമത്തേത് മിയാൻമർ എന്ന ഈ നാട്. ഇത് ബുദ്ധമതക്കാർ കൂടുതലായി വസിക്കുന്ന ഒരു നാടാണ്. ഇവിടെ 58 മില്യൺ ജനങ്ങൾ വസിക്കുന്നുണ്ട്. 5,80,00,000 ജനങ്ങൾ വസിക്കുന്ന ഒരു നാടാണിത്. ഇതിൽ 88% പേരും ബുദ്ധമതം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. 6% ക്രിസ്ത്യാനികളുണ്ട്. 4% ഇസ്ലാമിയർ വസിക്കുന്നുണ്ട്. മറ്റു മതക്കാര് 2%. ഇങ്ങനെ പല വംശക്കാരും പല മതത്തിലുള്ള ജനങ്ങളും ഒരുമിച്ച് വസിക്കുന്ന ഒരു നാടാണ് ഈ നാട്. ഈ നാട്ടിലൊരു നല്ല ഫലഭൂഷ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ആ ബുദ്ധക്ഷേത്രത്തിന്റെ മകുടം കാണുന്നില്ലേ? ആ മുകൾ ഭാഗം മുഴുവനും സ്വർണം പൂശിയതാണ് എന്ന് പറയുന്നു. ഇവിടെ സ്വർണം കൊണ്ടുവന്ന് കാണിക്കയായി കൊടുക്കുമത്രേ. അവർ പറയുന്നു ടൺ കണക്കിന് വിലയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്, പല വസ്തുക്കളും ഇവിടെ ഉണ്ടെന്ന് പറയുന്നു. ശരി, ഈ രാജ്യത്ത് ദൈവസ്നേഹികളായ ധാരാളം ജനങ്ങളെ എനിക്ക് കാണാൻ സാധിച്ചു. ധാരാളം സഭകളുമുണ്ട് ഇവിടെ. ബാപ്റ്റിസ്റ്റ് സഭകൾ മാത്രം 15,000-ത്തിലധികം സഭകളുണ്ട് ഇവിടെ. ഇവിടെ അദോനിരാം ജഗ്സനി എന്ന മിഷണറി 1800-കളിൽ വന്ന് ശുശ്രൂഷ ചെയ്ത് യേശുവിന്റെ സ്നേഹത്തെ അറിയിച്ച് അനേകം ജനങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ മധ്യേ ശുശ്രൂഷ ചെയ്യാനാണ് ഞങ്ങളിവിടെ വന്നത്. ശരി, ഇന്ന് ദൈവം നമുക്ക് തരുന്ന വചനം എന്താണ് എന്ന് ചിന്തിക്കുകയാണോ? 37-ാം സങ്കീർത്തനം 4-ാം വാക്യം. ദൈവം പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എന്റെ മകനെ, നിന്റെ മനസ്സിൽ നിന്നും നീ യഥാർത്ഥമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമില്ലേ? പുറത്തറിയില്ല, നീ മനസ്സിലത് പ്രാർത്ഥിക്കുന്നു, അത് നിനക്കരുളി ചെയ്യും എന്ന്. മകനെ, നീ മനസ്സിൽ ആവശ്യപ്പെടുന്ന ആഗ്രഹങ്ങളെ നിനക്കരുളി ചെയ്യുമെന്ന് യേശു പറയുന്നു. പക്ഷെ നീ ഒന്ന് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ മനോല്ലാസത്തോടെ ഇരുന്നാലേ അരുളി ചെയ്യുകയുള്ളൂ. ഇപ്പോൾ മനസ്സിലായോ? സന്തോഷത്തോടു കൂടിയിരിക്കൂ, സമാധാനമായിരിക്കൂ എന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന്. കർത്താവിൽ നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാലേ നിങ്ങൾ ആവശ്യപ്പെടുന്നത് യഹോവ അരുളി ചെയ്യുകയുള്ളൂ. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസത്തെ വെളിപ്പെടുത്തുന്നു. ദൈവമുണ്ടല്ലോ, ദൈവം നോക്കിക്കൊള്ളും, ഞാൻ സന്തോഷത്തോടെ ഇരിക്കും. പ്രശ്നമുണ്ട്, ആവശ്യമുണ്ട്, കുഴപ്പമുണ്ട്, എല്ലാം ഉണ്ടായിക്കോട്ടെ, യേശു എന്റെ കൂടെയുണ്ട്. ആ സന്തോഷത്തെ വെളിപ്പെടുത്തുമ്പോൾ നിങ്ങൾ വിശ്വാസത്തെയാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ യേശു അതിൽ അത്ഭുതം ചെയ്യും. നിങ്ങൾ ദുഃഖത്തോടെയും ശോകത്തോടെയും ഇരുന്നാൽ എന്താണ് അർത്ഥം? അവിശ്വാസത്തെ വെളിപ്പെടുത്തുന്നു. അപ്പോൾ ദൈവം ചോദിക്കും, ഞാൻ എങ്ങോട്ട് പോയി? നിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്? ഞാൻ നിനക്ക് അത്ഭുതം ചെയ്യില്ലേ? പിന്നെന്തിനാണ് നീ ദുഃഖിക്കുന്നേ, ശോകത്തോടെ ഇരിക്കുന്നേ എന്ന് ചോദിക്കില്ലേ? ഇപ്പോൾ ദൈവം ചോദിക്കുന്നു, മകനെ, മകളെ, നീ സന്തോഷത്തോടെ ഇരിക്കേ, ഞാൻ നിന്റെ ആഗ്രഹത്തെ നിറവേറ്റുമെന്ന് പറയുന്നു. നിങ്ങളുടെ സന്തോഷത്തെ വെളിപ്പെടുത്തുമോ? ചിരിക്കൂ, സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കൂ. ദൈവമേ, ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നു പറയൂ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ പറയും, ദൈവമേ, ഞാൻ വളരെ സന്തോഷമായിരിക്കുന്നു, എന്നെ അങ്ങ് സന്തോഷത്തോടെ വെച്ചിരിക്കുന്നതിന് സ്തോത്രം എന്ന് പറയും. അത് ദൈവത്തെ സന്തോഷിപ്പിക്കും. വായ തുറന്നു പറയൂ, യേശുവേ, അങ്ങനെ സന്തോഷത്തോടെ വെച്ചിരിക്കുന്നു. കഷ്ടപ്പാടും ഞെരുക്കങ്ങളും ആവശ്യങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഞാൻ സന്തോഷത്തോടെ ഇരിക്കണമെന്നതിൽ അങ്ങ് ശ്രദ്ധ പതിപ്പിക്കുന്നു. ഞാൻ അങ്ങയിൽ സന്തോഷിക്കുന്നു, അങ്ങന്റെ കൂടെ തന്നെയുണ്ട്, അതാണ് എനിക്ക് സന്തോഷമെന്ന് പറയൂ. ആ സന്തോഷം കണ്ട് ദൈവം നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. പറയുമോ? ഇപ്പോൾ യേശുവിനെ നോക്കി പറയൂ, യേശുവേ, ഞാൻ അങ്ങയിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു, ദുഃഖിക്കുകയില്ല, ഭയപ്പെടില്ല, പരിഭ്രമിക്കുകയില്ല, കാരണം അങ്ങന്റെ കൂടെയുണ്ട്. എന്റെ കൂടെയുണ്ട്, ഞാൻ അങ്ങയിൽ സന്തോഷിക്കുന്നു, ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചതെല്ലാം അങ്ങ് എനിക്ക് തരാൻ പോകുന്നു. ഇന്ന് ഞാൻ അത്ഭുതം കാണാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.